ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇളം കരിക്ക് ഒരെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് കുതിർത്തതും 4 ടേബിൾ സ്പൂൺ ഷുഗർ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. 3 ഡേറ്റ്സ് സീഡ് മാറ്റിയത്. പിന്നെ വേണ്ടത് പാലാണ്. ഈ പാല് ഫ്രീസറിൽ വച്ച് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് സീഡ് റിമൂവ് ചെയ്ത ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്ത മിൽക്ക് ഇതിലേക്ക് ചേർത്ത് അടിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ബേസിൽ സീഡും ചേർത്ത് തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ഷേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും 2 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ട് കരിക്ക് ഷേക്ക് ഒഴിച്ചെടുക്കാം. കരിക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി. ഇത് തണുപ്പോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷേക്കാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.